നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന നന്മ മാത്രം ഈ ഭൂമിയിൽ വിളയട്ടെ എന്ന പ്രാർത്ഥനയോടും വിവിധ മതവിഭാഗങ്ങൾ സാഹോദര്യത്തോടും ഐക്യത്തോടും ജീവിക്കുവാൻ കൂടുതൽ കൃപയോടെ വാഴുവാൻ ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഭാരതം ലോകരാഷ്ട്രങ്ങളിൽ തലയുയർത്തി നിൽക്കാൻ കെൽപ്പുള്ള രാജ്യമാണ്. शुभ नामे जागे तव शुभ आशीष मागे गादे तव जय गादा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे बोलो भारत माता की जय बोलो भारत माता की जय എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. നമ്മുടെ നെഞ്ചിൽ ഒരു നെരിപ്പോട് പോലെ നീറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു രാത്രി കഴിഞ്ഞപ്പോൾ സമ്പാദിച്ചതും സ്വപ്നങ്ങളും എല്ലാം ഒരു മണ്ണിൻ്റെ അടിയിലായ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി. തീർച്ചയായിട്ടും അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും നമ്മളുടെ ഈ ഇടവകയിൽ ഒരു ചെറിയൊരു കൈത്താങ് എനിക്ക് തോന്നുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 385-400 ഇടവകയിൽ നിന്ന് ഇതുപോലെ ഒരു പുത്തൻമൊഴിയാണെന്നോ എനിക്ക് തോന്നുന്നു. ഏറ്റവും ആദ്യം ഇതുപോലെ തന്നെ ഒരു വീട് പണിത് കൊടുക്കാന്നുള്ള ഒരു ഐഡിയ, ഒരു സന്ദേശം നമുക്ക് മറ്റേ പബ്ലിക്കിന് കൊടുക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് വിചാരിച്ചത്. ഇങ്ങനെ ഒരു ഉദ്ദേശം നമ്മുടെ ഒരു തുളസി അക്കരപ്പറമ്പിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തിരുവോണത്തിയത് ആ ഒരു സ്പാർക്കിങ്ങോട് കൂടി വിചാരിച്ചു. അപ്പം തന്നെ നമ്മൾ മെസ്സേജ് ഇട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആരും നിർബന്ധിക്കാതെ പലരും സ്വമനസാലെ തന്നെ വന്ന് നമുക്ക് ഈ ഫണ്ട് കൈമാറുകയാണ്. അപ്പൊ അതിനർത്ഥം നമ്മുടെ എല്ലാം മനസ്സിൽ ആ ഒരു സാഹോദര്യ സ്നേഹം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് വയനാട്ടിലാണ് സംഭവിച്ചെങ്കിലും ആ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പ്രയാസങ്ങൾ വിഷമങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു ക്രിസ്തീയ സന്ദേശം 8 ലക്ഷം രൂപ ഒരു വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഇപ്പോൾ അതിരൂപത സോഷ്യൽ സർവീസ് ഡയറക്ടർ കൊടുത്തുകൂടി അച്ഛന് സ്നേഹപൂർവ്വം കൈമാറും. നമ്മുടെ ഈ 8 ലക്ഷം രൂപ പുത്തമ്പള്ളി ഇടവകയിൽ നിന്ന് ഇപ്പോൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അതിരൂപതയിലെ എല്ലാ പള്ളികളിൽ നിന്നും ഇതുപോലെ ഫണ്ട് സമാഹരണം നടത്തുന്നുണ്ട്. എന്നാൽ ഒരു വീട് പൂർണ്ണമായി നിർമ്മിച്ച് നൽകുവാനായിട്ടുള്ള ഫണ്ട് ആദ്യമേ കൈമാറ്റം ചെയ്യുന്നത് പുത്തമ്പള്ളി ഇടവകയാണ് എന്ന അഭിമാനത്തോടെ പറയുകയാണ്. അതിന് നേതൃത്വം നൽകിയ നമ്മുടെ വികാരിയസിനും ടീമംഗൾക്കും പ്രത്യേകമായിട്ട് അതിരൂപതയുടെ പേരിൽ സഭയുടെ പേരിലുള്ള നന്ദിയും ഏറ്റവും അഭിമാനത്തോടുകൂടി നേരുകയാണ്. ഇനിയും ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തികളിലൂടെ അനേക മനസ്സുകൾക്ക് ആശ്വാസം പകരുവാനായിട്ട് ഈ പുത്തമ്പള്ളി കുടുംബം ഉയർന്നു വരട്ടെ, അതിന് നിങ്ങൾ ശക്തരാക്കട്ടെ എന്ന് സർവീസിനോട് പ്രാർത്ഥിക്കുകയും ഈ വലിയ കാരുണ്യത്തിൻ്റെ പ്രവർത്തിക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇത് ഏറ്റുവാങ്ങുന്നു. നമ്മൾ വയനാട്ടിലെ ഒരുപാട് 2 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും ഉരുൾപൊട്ടൽ മൂലം വീടുകൾ നഷ്ടപ്പെട്ടത്. വിലങ്ങുണ്ട്, അതോടൊപ്പം തന്നെ ചൂരൽമലയും മുണ്ടക്കയും. ഈ പ്രദേശങ്ങളിൽ നമ്മുടെ 3 റീത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് സിറുമലബാർ റീത്ത്, 2 ലത്തിൻ റൂത്ത് റീത്ത്, 3-മതായിട്ട് മലങ്കര. ഈ 3 റീത്തുകളുടെയും ആഭിമുഖ്യത്തിൽ നമ്മൾ രൂപതയിൽ സമാഹരിക്കുന്ന മുഴുവൻ തുകയും ഏകോപിപ്പിച്ചുകൊണ്ട് അവിടെ പരമാവധി വീടുകൾ നിർമ്മിച്ചു നൽകുവാനാണ് അതിരൂപത വിഭാവനം ചെയ്തത്. നമ്മുടെ പുത്തമ്പള്ളി ഇടവക നൽകുന്ന 8 ലക്ഷം രൂപ കൊണ്ട് അവിടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭവനത്തിന് മാത്രമായിട്ട് തന്നെയായിരിക്കും ഈ തുക കൈമാറ്റം ചെയ്യുക.
ആ ഭവനത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വികാരിച്ച് അറിയിക്കുന്നതായിരിക്കും. അതിൻ്റെ വിവരങ്ങൾ പിന്നീട് നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നതുമാണ്. ഇത്തരത്തിലായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പന്തേലിനു താഴെ നല്ലൊരരങ്കാതിരു വന്നേ തിമതേ വെണ്മാവിളക്കും കോളു തീവച്ചേതകതിമതേ ബാലരാം ഞങ്ങളിന്ന് സഭയിൽ കളി തുടങ്ങുകയായി. അങ്ങനെ തരികിടതും തരികിടത്തെ അങ്ങനെ തരികിടതും തരികിടത്തെ ആദത്തെ സൃഷ്ടിച്ച് ഏതനിലാക്കി ദൈവം ഏകനായിരിക്കവേ ശ്രീവേണം കൂട്ടവാന് തുടിതാളം നിദ്രയിലാദത്തി അസ്ഥിയിലൊന്നെടുത്തു സ്ത്രീയാക്കി ചമച്ചവൻ ഹവ്വായെന്ന് പേരുമിട്ടു. വിനയം വേണം, സ്നേഹമേകണം, വിശ്വം മുഴുവനുമായി വിജയിക്കാൻ. വിനയം വിഷയായ ഞങ്ങളെ ഞാറ്റും അങ്ങനെ ജയിക്കണേ. അടവ് ചുവട്ട് പയറ്റി ഞങ്ങൾ തുടങ്ങിട്ടെ മക്കളെ. എട്ട് നാട് കേട്ട വിളങ്ങണ്ണി പള്ളി ഇപ്പമോടെ വാണരുളും അമ്മ മാതാവേ തമൃതേ ഇപ്പമോടെ വാണരുളും അമ്മ മാതാവേ തമൃതേ. തിരുനാമം സ്തുതിപ്പാനും കളിപ്പാനും ഞങ്ങൾക്കിന്ന് കാരുണ്യം തന്നിടണേ അമ്മ മാതാവേ തമൃതേ. കാരുണ്യം തന്നിടണേ അമ്മ മാതാവേ തമൃതേ. ഒരു നല്ല കൊട്ട കെട്ടി ഇടിമിന്നൽ പഞ്ചമേളം ഒരു രത്നക്കൂട വിടിച്ചെഴുന്നള്ളുന്നേ തമൃതേ. ഒരു രത്നക്കൂട വിടിച്ചെഴുന്നള്ളുന്നേ തമൃതേ. എഴുന്നള്ളത്തോടുകൂടി പടിഞ്ഞാട്ടേക്ക് ഇരിക്കുമ്പോൾ കുരിശിനു വലം വെച്ച് കുമ്പിടുന്നേ തമൃതേ. കുരിശിനു വലം വെച്ച് കുമ്പിടുന്നേ തമൃതേ. സഭ വിളങ്ങട്ടെ പന്തല് കളിയാടുന്ന ചെറുബാലരെ. ആ വിളങ്ങട്ടെ പന്തല് കളിയാടുന്ന ചെറുബാലരെ. പാട്ടും പാട്ടും പരീക്ഷമുട്ടുകളൊക്കെ ഞങ്ങൾ പഠിച്ചതാ. പാട്ടും പാട്ടും പരീക്ഷമുട്ടുകളൊക്കെ ഞങ്ങൾ പഠിച്ചതാ. പൊൻപരിചയം വാളും ഏന്തി കളിക്കുന്ന ചെറുബാലരെ. പൊൻപരിചയം വാളും ഏന്തി കളിക്കുന്ന ചെറുബാലരെ. പതിനെല്ലി പത്തിരി കുത്തി പത്തുള്ള കിളിത്തത്തെ നീ ചെന്നൊരു കുഞ്ഞാരംഗം കളരി കണ്ടേ താളം. നീ ചെന്നൊരു കുഞ്ഞാരംഗം കളരി കണ്ടേ താളം. കളരിയും കണ്ടു ഞാനും ഗുരുവിനെ കണ്ടേ നാഥൻ. പതിവായൊരു ഗുരുവിന്റെ ചമയം കണ്ടേ താളം. പതിവായൊരു ഗുരുവിന്റെ ചമയം കണ്ടേ താളം. തത്തിന്തോ തരികിട തക തരികിട താഴ്ന്താ തരികിട തുമൃതാ തൈത്ത തുമൃതാ തൈ തക തുമൃതേ.